ഒരു ജോലി കിട്ടാൻ 30 തവണ അപേക്ഷിച്ചിട്ടും എല്ലാ തവണയും നിരസിക്കപ്പെട്ട ഒരാളെ നിങ്ങൾ വിജയി എന്ന് കരുതുമോ? ഹാർവാർഡിൽ പ്രവേശനത്തിന് 10 തവണ ശ്രമിച്ചു, എല്ലാ തവണയും റിജക്റ്റായി. KFC ഒരു നഗരത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോൾ 24 പേർ അപേക്ഷിച്ചു, 23 പേരെ അതിൽ നിന്ന് തെരഞ്ഞെടുത്തു, ഒരാളെ മാത്രം തള്ളിക്കളഞ്ഞു. ആ ഒരാളായിരുന്നു ജാക്മ. ഇന്ന് അതേ വ്യക്തിയുടെ സമ്പത്ത് ബില്യൺ ഡോളറുകളിൽ കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളിൽ ഒന്നായി മാറി. എങ്ങനെ? എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ജാക്മായുടെ അതിശയിപ്പിക്കുന്ന യാത്രയാണ്. ജാക്മ ജനിച്ചത് 1964 സെപ്റ്റംബർ 10 ചൈനയിലെ ജേജിയങ് പ്രവിശ്യയിലെ ഹാങ്ജൗ നഗരത്തിലാണ്. ജാക്മ ബാല്യത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നല്ല വന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പരമ്പരാഗത സംഗീതവും കഥ പറച്ചിലും ചെയ്തിരുന്ന സാധാരണ കലാകാരന്മാരായിരുന്നു. ആ കാലത്ത് ചൈന സാമ്പത്തികമായി പിന്നിലായിരുന്നു. ചെറുപ്പം മുതൽ ജാക്മ പഠനത്തിൽ അത്ര മികവ് കാണിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഗണിതത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ. 1970-കളിൽ ഹാങ്ജൗ സന്ദർശിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളെ കണ്ടപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തീരുമാനിച്ചു. അതിനായി എല്ലാ രാവിലെയും സൈക്കിളിൽ ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്ത് ഹോട്ടലുകൾക്ക് സമീപം എത്തുമായിരുന്നു. അവിടെ വിദേശികൾക്ക് സൗജന്യമായി നഗരദർശനം നടത്തിക്കൊടുത്തു. പകരം അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിച്ചു. ഏകദേശം 9 വർഷത്തോളം അദ്ദേഹം ഇത് തുടർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വളരെ മെച്ചപ്പെട്ടു. ചൈനയിലെ കോളേജുകളിൽ പ്രവേശിക്കാൻ ദേശീയ പ്രവേശന പരീക്ഷയായ ഗൗകൗ വിജയിക്കേണ്ടതുണ്ട്. ജാക്മ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടു, രണ്ടാം ശ്രമത്തിലും പരാജയപ്പെട്ടു, മൂന്നാം ശ്രമത്തിലാണ് അദ്ദേഹം പരീക്ഷ വിജയിച്ചത്. അതിനുശേഷം ഹാങ്ജൗ ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം നേടി. 1988 ഇംഗ്ലീഷിൽ ബിരുദം നേടി. പലർക്കും 2 പരാജയങ്ങൾ മതിയാകും സ്വപ്നം ഉപേക്ഷിക്കാൻ. പക്ഷെ ജാക്മ ഓരോ പരാജയവും അടുത്ത ശ്രമത്തിനുള്ള പരിശീലനമായി കണ്ടു. ബിരുദം നേടിയ ശേഷം അദ്ദേഹം ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടം ആരംഭിച്ചത്. ജാക്മ പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഏകദേശം 30-ലധികം ജോലികൾക്ക് അപേക്ഷിക്കുകയും പലതവണ നിരസിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം പോലീസിൽ അപേക്ഷിച്ചു. അപേക്ഷകരിൽ പലരെയും സ്വീകരിച്ചു. ജാക്മയെ മാത്രം നിരസിച്ചു. കാരണം പോലും വ്യക്തമായി പറഞ്ഞില്ല. 1990-കളിൽ KFC ഹാങ്ജൗവിൽ ജീവനക്കാരെ നിയമിച്ചു. 24 പേർ അപേക്ഷിച്ചു, 23 പേരെ ജോലിയിലെടുത്തു, ഒരാളെ മാത്രം സ്വീകരിച്ചില്ല. ആ ഒരാൾ ജാക്മ ആയിരുന്നു. ഈ സംഭവം പിന്നീട് ലോകമെമ്പാടും പ്രസിദ്ധമായി. പല ഹോട്ടലുകളിലും സർവീസ് സ്ഥാപനങ്ങളിലും അപേക്ഷിച്ചു. വീണ്ടും വീണ്ടും മറുപടി ഒന്ന് തന്നെ: യു ആർ നോട്ട് സെലക്ടഡ്. ജാക്മ പിന്നീട് പറഞ്ഞതനുസരിച്ച് ഹാർവാർഡിൽ പ്രവേശനത്തിന് അദ്ദേഹം 10 തവണ അപേക്ഷിച്ചു. ഓരോ തവണയും നിരസിക്കപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹം ശ്രമം നിർത്തിയില്ല. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ജോലി ലഭിച്ചു, ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി. ശമ്പളം വളരെ കുറവായിരുന്നു. അന്ന് മാസത്തിൽ ഏകദേശം 100 മുതൽ 120 യുവാൻ വരെയായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം. പക്ഷേ അദ്ദേഹം വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ആശയവിനിമയ കഴിവ് വളരെ മികച്ചതായിരുന്നു. ഇതേ കഴിവാണ് പിന്നീട് ബിസിനസ് ലോകത്ത് അദ്ദേഹത്തെ ഉയർത്തിയത്. 1995 ജാക്മ അമേരിക്ക സന്ദർശിച്ചു. അവിടെ അദ്ദേഹം ആദ്യമായി ഇന്റർനെറ്റ് ഉപയോഗിച്ചു. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. സെർച്ച് ബോക്സിൽ ബിയർ എന്ന് ടൈപ്പ് ചെയ്തു. അമേരിക്ക, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നു. പക്ഷേ ചൈനയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കാണാനില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ചൈനയുടെ ബിസിനസ്സുകൾക്ക് ഇന്റർനെറ്റിൽ സാന്നിധ്യമില്ലേ? ഇത് ഒരു വലിയ അവസരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചൈനയിലേക്ക് മടങ്ങിയ ശേഷം അദ്ദേഹം ചൈന പേജസ് എന്ന കമ്പനി ആരംഭിച്ചു. ഇത് ചൈനീസ് ബിസിനസ്സുകളെ ഓൺലൈനിൽ എത്തിക്കാൻ ശ്രമിച്ച ഒരു ഡയറക്ടറി സേവനമായിരുന്നു. പക്ഷേ പദ്ധതി വലിയ വിജയമായില്ല. ബിസിനസ് പ്രതീക്ഷിച്ച രീതിയിൽ വളർന്നില്ല. പല സംരംഭകരും ഇവിടെ യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജാക്മ വീണ്ടും തുടർന്നു. 1999 ജാക്മ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് 17 സുഹൃത്തുക്കളെ ക്ഷണിച്ചു. അവർക്ക് മുന്നിൽ ഒരു സ്വപ്നം അവതരിപ്പിച്ചു: ലോകമെമ്പാടുമുള്ള ചെറുകിട വ്യാപാരികളെ ബന്ധിപ്പിക്കുന്ന ഒരു ഓൺലൈൻ മാർക്കറ്റ്. അതാണ് ആലിബാബ. ആലിബാബ ഗ്രൂപ്പ് ആരംഭത്തിൽ നിക്ഷേപകരെ വിശ്വസിപ്പിക്കുക എളുപ്പമായിരുന്നില്ല. പലരും ആശയം തള്ളിക്കളഞ്ഞു. എന്നാൽ ടീം മുന്നോട്ടു പോയി. ആലിബാബയുടെ പ്രധാന ലക്ഷ്യം വലിയ കമ്പനികളെ സഹായിക്കുക അല്ലായിരുന്നു,
ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് ആഗോള വിപണിയിൽ എത്താനുള്ള അവസരം നൽകുക എന്നതായിരുന്നു. ഈ ആശയം വലിയ വിജയമായി. ആലിബാബ പിന്നീട് നിരവധി സേവനങ്ങൾ ആരംഭിച്ചു. ആലിബാബ ഗ്രൂപ്പ് ചൈനയിലെ കൊമേഴ്സ് മേഖലയെ തന്നെ മാറ്റിമറിച്ചു. പ്രത്യേകിച്ച് ടൗബൗ ബേയുടെ ചൈനീസ് വിപണിയിലെ ആധിപത്യം വെല്ലുവിളിച്ചു. അടുത്ത വർഷങ്ങളിൽ ആലിബാബ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ടെക് കമ്പനികളിൽ ഒന്നായി വളർന്നു. 2014 കമ്പനിയുടെ IPO ചരിത്രത്തിലെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നായി മാറി. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന ആ IPO ഏകദേശം $25 ബില്യൺ സമാഹരിച്ചു. 30-ലധികം ജോലി അപേക്ഷകളിൽ നിരസിക്കപ്പെട്ട ഒരാൾ, ഹാർവാർഡ് 10 തവണ നിരസിച്ച ഒരാൾ, KFC പോലും ജോലി നൽകാതിരുന്ന ഒരാൾ, ഒടുവിൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംരംഭകരിൽ ഒരാളായി മാറി. ജാക്ക് മായുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങളെ എത്ര തവണ നിരസിച്ചു എന്നതല്ല പ്രധാനപ്പെട്ടത്, നിങ്ങൾ എത്ര തവണ വീണ്ടും ശ്രമിച്ചു എന്നതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.